ബ്രോക്കറേജ് റിപ്പോർട്ടാണ്. നിലവിലിപ്പോൾ സഹജ് സോളാറിന് നിലവിലിപ്പോൾ ഒരു ബൈ റേറ്റിംഗ് ലഭിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 90% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കും എന്നൊരു കാര്യമാണ് ഇപ്പോൾ ബ്രോക്കറേജ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഒരു 455 രൂപയാണ് നിലവിലിപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 258 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് സഹജ് സോളാറിൽ നിലവിലൊരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള ഒരു റാഷണൽസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓർഡർ ബുക്കും മറ്റുമൊക്കെ കമ്പനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. കൂടാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് PM കുസുമും മറ്റുമൊക്കെയുള്ള രീതിയിലുള്ള പദ്ധതികളും മറ്റുമൊക്കെ രീതിയിലുള്ള സപ്പോർട്ടുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നു. കൂടാതെ വലിയ തോതിൽ പരിശോധിക്കുകയാണെങ്കിലും റൂഫ് ടോപ്പ് സോളാറിനും മറ്റുമൊക്കെ ഒരു സ്വീകാര്യത ലഭിച്ചു വരുന്നതും നിലവിൽ സഹജ് സോളാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ നിലവിലെ ഒരു ഫോർകാസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ 2025-27 കാലഘട്ടത്തിനിടയിൽ കമ്പനിയുടെ വരുമാനം ഏകദേശം ഒരു 43% ഒരു വളർച്ച കൈവരിക്കുമെന്നും, എബിഡ പരിശോധിക്കുകയാണെങ്കിൽ 42% നേട്ടത്തിലെത്തുമെന്നും, നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 37% ഒരു നേട്ടം കൈവരിക്കുമെന്നും ഒരു കാര്യമാണ് നിലവിലിപ്പോൾ ബ്രോക്കറേജ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നൊരു കാര്യമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ സോളാർ മേഖലയിൽ, അതായത് സോളാർ പമ്പ് മേഖല പരിശോധിക്കുകയാണെങ്കിൽ സഹജ് ഇൻഡസ്ട്രീസിന് നിലവിലൊരു സഹജ് സോളാറിന് നിലവിലൊരു മാർക്കറ്റ് ലീഡർഷിപ്പ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. 2027 റവന്യൂയുടെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 288 കോടി രൂപയാണ് കമ്പനിക്ക് ഒരു സോളാർ പമ്പിൽ നിന്ന് മാത്രം ലഭിച്ചിരിക്കുന്നത്. ഏകദേശം കമ്പനിയുടെ ടോട്ടൽ വരുമാനത്തിന് ഏകദേശം ഒരു 87% വരുമാനം ലഭിച്ചിരിക്കുന്നത് ഈ ഒരു മേഖലയിലായിരുന്നു. ഒരു ഓർഡർ ബുക്ക് പരിശോധിക്കുകയാണെങ്കിലും മറ്റൊക്കെ ഏകദേശം ഒരു 330 കോടി രൂപയുടെയും മറ്റൊക്കെ ഒരു ഓർഡർ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ മൊഡ്യൂൾ മാനുഫാക്ചറിങ് രംഗത്തേക്ക് കടക്കുകയാണെങ്കിലും നിലവിൽ സഹജ് സോളാർ ഒരു എക്സ്പാൻഷന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഏകദേശം 1.6 ഗിഗാവാട്ടിൻ്റെയും മറ്റൊക്കെ ഒരു കപ്പാസിറ്റിയിലേക്ക് വളരാനുള്ള ഒരു പ്ലാനിലാണ് നിലവിൽ കമ്പനി ഇപ്പോൾ ഉള്ളത്. ഇതിനു വേണ്ടിയിട്ട് നിലവിൽ ഏകദേശം ഒരു 80 കോടി രൂപയുടെയും മറ്റൊക്കെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നിലവിൽ തന്നെ സഹജ് സോളാർ നടത്തി കഴിഞ്ഞിരിക്കും.